വിസ്മയ മോഹൻലാൽസ് തുടക്കം ഡയറക്റ്റഡ് ബൈ ജൂഡ് ആന്റണി ജോസഫ്. അത്യാവശ്യം നല്ല രീതിയിൽ വുമൺ സെൻട്രിക് കഥകൾ എടുക്കാൻ കഴിവുള്ള ഒരു ഡയറക്ടറാണ് ജൂഡ് ആന്റണി ജോസഫ്. പുള്ളിയുടെ ഫസ്റ്റ് മൂവി തന്നെയാണ് ഓം ശാന്തി ഓശാന. അത്യാവശ്യം നല്ല ഒരു കോമിക്കൽ മൂവി ആയിരുന്നു. ആൻഡ് അതിനുശേഷം വിസ്മയ മോഹൻലാലിന് കൊടുത്തേക്കുന്ന ഒരു ഡെബ്യൂ മൂവിയാണ് തുടക്കം, വിച്ച് ഇസ് മോർ ലൈക്ക് ആക്ഷൻ ത്രില്ലർ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പടം പോയിരുന്നത്. ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല ത്രില്ലിംഗ് ആൻഡ് ഗ്രിപ്പിംഗ് ആയിട്ടാണ് മൂവി പോയിരുന്നത്. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്ന സമയത്ത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പടം പിടിച്ചില്ല. ഫസ്റ്റ് ഹാഫ് ആക്ച്വലി ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു മൂവിയുടെ ഒരു കഥ. നല്ലൊരു ഗ്രിപ്പിംഗ് സ്റ്റോറിയിലായിരുന്നു ഫസ്റ്റ് ഹാഫ് പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ടു ബി ഫ്രാങ്ക്, ഫസ്റ്റ് ഹാഫിൽ സ്റ്റാർട്ടിങ്ങിൽ വിസ്മയ മോഹൻലാലിനെ ആ പാട്ടിന് ശേഷം പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് മോർ ഓർ ലെസ് സായികുമാറും മനോജ് കെ ജയന്റെ ഒക്കെ ഒരു ഇൻട്രൊഡക്ഷനും അവരായിരുന്നു മോർ ഓർ ലെസ് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് സർപ്രൈസിംഗ്ലി ആശിഷ് ജോ ആന്റണി, നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ, ആള് സർപ്രൈസിംഗ്ലി പ്ലേഡ് എ വെരി ഗുഡ് വില്ലൻ റോൾ. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ആശിഷ് ജോ ആന്റണിനെ ഫസ്റ്റ് ടൈം കാണുന്നത് എമ്പുരാനിലായിരിക്കും. എമ്പുരാന്റെ ക്ലൈമാക്സ് സീനിൽ പുള്ളിക്ക് ഒരു ഷോട്ട് ഉണ്ട്, ഒരു ഡയലോഗും ഇല്ല, ഒരു ക്യാരക്ടറൈസേഷൻ ഇല്ലാത്ത ഒരു ഷോട്ട്, ജസ്റ്റ് ഒരു സിംഗിൾ ഷോട്ട് ആയിരുന്നു പുള്ളിയുടെ. ആൻഡ് എന്റെ മൈൻഡിൽ വന്നിരുന്ന ഒരു തന്നെ ഞാൻ ചോദിച്ചു, ആരടിത്, ഈ പുള്ളിനെ എന്തിനാണ് ഇത്ര ഹൈപ്പിൽ കാണിക്കണേന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ആൻഡ് ഈ മൂവിയുടെ അകത്ത് ആശിഷ് ജോ ആന്റണി ആക്ച്വലി ഗേവ് എ ക്ലിയർ റിപ്ലൈ. ഇൻഫാക്ട് വിസ്മയ മോഹൻലാൽസ് തുടക്കം എന്ന് പറയുകയാണെങ്കിലും ഇതിൻ്റെ അകത്ത് ആശിഷ് ജോയുടെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഹി ഹാൻഡിൽഡ് ദാറ്റ് വില്ലൻ ക്യാരക്ടർ പെർഫെക്റ്റ്ലി. പെർഫെക്റ്റ്ലി ഭയങ്കര. പുള്ളിക്ക് ഈ മൂവിയുടെ അകത്ത് ഡയലോഗ്സ് ഒന്നുമില്ല. ക്ലൈമാക്സിൽ ഒരു ഒറ്റ ഡയലോഗ് മാത്രം എന്തോ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ മൂവിയുടെ അകത്ത് പുള്ളിയുടെ ഒരു ക്യാരക്ടറിന് ഒരു ഡയലോഗ് പോലും കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഹിസ് ബെസ്റ്റ് എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. ബിക്കോസ് ആ വില്ലൻ ക്യാരക്ടർ നല്ല പക്കയായിട്ടാണ് പുള്ളി പ്ലേ ചെയ്തത്. ഒരു റിമോഴ്സ് ഇല്ല, കണ്ണിലൊന്നും ഒരു മറ്റേ റിമോഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടർ. പുള്ളി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ സ്റ്റണ്ട് സിൽവേനെയൊക്കെ അടിച്ചിടുന്നുണ്ട്. ആൻഡ് അത് ആ പുള്ളിയുടെ ക്യാരക്ടർ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ അടിച്ചിടുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെ നമുക്ക് തോന്നും. ബിക്കോസ് നല്ല നല്ല പക്കയായിട്ടാണ് പുള്ളി ആ ക്യാരക്ടർ പ്ലേ ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് വിസ്മയ മോഹൻലാൽസ് തുടക്കം എന്ന് പറഞ്ഞതിന് പകരം ദിസ് ഷുഡ് ഹാവ് ബീൻ ആശിഷ് ജോ ആന്റണീസ് തുടക്കം. ആൻഡ് ഐ ഗെസ് പുള്ളിക്ക് കുറെ നല്ല നല്ല വില്ലൻ ക്യാരക്ടേഴ്സ് ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് വന്ന ഒരാളാണ് മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ. ആൻഡ് ഹീ ഈസ് നൗ റൂളിംഗ്. അതുപോലെ ഒരു എന്താ പറയുക, ഒരു നല്ല പക്ക വില്ലൻ ക്യാരക്ടറായിട്ടൊക്കെ പുള്ളിക്ക് നല്ലോണം ഷൈൻ ചെയ്യാൻ പറ്റും. നൗ ബാക്ക് ടു തുടക്കം. തുടക്കം, യെസ്, ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല ഗ്രിപ്പിംഗ് ആയിരുന്നു. ഒരു ഇന്റർവെൽ വരെയൊക്കെ നല്ല ഗ്രിപ്പിംഗ് ആയിരുന്നു. പ്രോബ്ലി കുറച്ച് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, ഒരു എൻഗേജിങ്, ഒരു എന്റർടൈനിങ് മൊമെന്റ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയാ, സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് പടം ഒട്ടും എന്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്യാൻ പറ്റി എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല തിയേറ്ററിക്കൽ മൊമെന്റ്സ് കിട്ടേണ്ടിരുന്ന കുറച്ച് സീൻസിലൊന്നും ആ ഒരു തിയേറ്ററിക്കൽ മൊമെന്റ്സ് എനിക്ക് കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആൻഡ് യെസ്, വിസ്മയ മോഹൻലാൽ ഹാസ് ആക്ച്വലി done a pretty good job in handling the action sequences of this movie. ആള് ഞാൻ കണ്ടിട്ടുണ്ട്, ആള് മുയ്തായി പോലത്തെ ഒരു മാർഷൽ ആർട്ട് അത്യാവശ്യം തായ്ലൻഡിൽ എന്തോ പോയി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഈ മൂവിയിലെ ആക്ഷൻ സീക്വൻസ് എല്ലാം നല്ല നീറ്റായിട്ടാണ് പുള്ളിക്കാരത്തി ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്താ പറയാ, ഒരു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇതിൻ്റെ അകത്തെ നമ്മുടെ, ഐ മീൻ വി ഓൾ നോ ലാലേട്ടൻ ഇസ് പ്ലേയിങ് എ ക്യാമിയോ ഇൻ ദിസ് മൂവി. ആൻഡ് എന്നെ സംബന്ധിച്ചോളം ഈ മൂവിനെ ഡിസ്ട്രോയ് ചെയ്തത് ആ ഒരു ക്യാമിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഇതൊരു ക്യാമിയോ ആയിട്ട് വെക്കേണ്ടതിന് പകരം ദേ മേഡ് ഇറ്റ് മോർ ലൈക്ക് ആൻ എക്സ്റ്റെൻഡഡ് ക്യാമിയോ. ബിക്കോസ് ഇത് എന്താ പറയാ, വിസ്മയ മോഹൻലാലിന്റെ ഒരു സ്ട്രഗിൾ കാണിക്കേണ്ടതിന് പകരം ഒരു പ്ലോട്ട് ആർമർ പോലെയാണ് ഇതിൻ്റെ അകത്ത് ലാലേട്ടന്റെ ക്യാമിയോ വന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. ആ ഡയലോഗ്സ് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നല്ലൊരു ക്രിഞ്ച് പരിപാടി തോന്നും. ക്രിഞ്ചായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയത്. ഐ തിങ്ക് ലാലേട്ടന്റെ ഒരു ക്യാമിയോ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ വെച്ചിട്ട് ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ മൂവി ഫുൾ വിസ്മയ്ക്ക് തന്നെ കൊടുക്കണമായിരുന്നു. ബിക്കോസ് ആദിയുടെ അകത്തും ഇതുപോലത്തെ ഒരു ക്യാമിയോ ഉണ്ട്. പ്രണവ് മോഹൻലാലിന്റെ ഫാമിലി ഡിന്നർ കഴിക്കുന്ന സമയത്ത് മോഹൻലാൽ വരുന്നു, അവരൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ദാറ്റ് ഫെൽറ്റ് എ പ്രിറ്റി ഡീസന്റ് ക്യാമിയോ. പക്ഷെ ഇതിൻ്റെ അകത്തെ ക്യാമിയോ കുറച്ച് ഓവർ യൂസ് ചെയ്തത് പോലെയാണ് എനിക്ക് തോന്നിയത്.
ആ ഒരു സ്ട്രഗിൾ, വിസ്മയ മോഹൻലാലിന്റെ ഒരു സ്ട്രഗിൾ അത്ര വിസിബിൾ ആയിട്ടല്ല വന്നത് ബിക്കോസ് ഓഫ് ദിസ് ക്യാമിയോ. ആ ഒരു ക്യാമിയോനെ വേറെ എന്തെങ്കിലും രീതിയിൽ അവർക്ക് കൊണ്ടുവരാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ദിസ് മൂവി വുഡ് ഹാവ് ബീൻ എന്താ പറയാ, അത്യാവശ്യം നല്ലൊരു ത്രില്ലിങ് എൻഗേജിങ് ഒരു മൂവി കിട്ടിയേനെ. ബട്ട് എന്തോ കുറെ ആസ്പെക്ട്സ് ആക്ച്വലി ഈ മൂവിനെ ഒരു ആവറേജ് ഫ്ലിക്ക് പോലെ ആക്കി എന്നാണ് എനിക്ക് തോന്നിയത്. സോ ദാറ്റ്സ് തുടക്കം ഫോർ യു. ടേക്ക് കെയർ.